ശ്രീവല്ലിപുത്തൂർ വിരുദനഗറിലെ അണ്ടാൾ ക്ഷേത്രത്തിൽ ശ്രീകോവിലിനുള്ളിൽ കയറിയ സംഗീതജ്ഞൻ ഇളയരാജയെ തടഞ്ഞ് ക്ഷേത്ര ഭാരവാഹികൾ. ആചാരപ്രകാരം ശ്രീകോവിലിൽ ഭക്തർക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല എന്ന് ഭാരവാഹികൾ അറിയിച്ചതോടെ അദ്ദേഹം തിരിച്ചിറങ്ങുകയായിരുന്നു. ശ്രീവില്ലിപുത്തൂർ ആണ്ടാൾ ക്ഷേത്രത്തിലെത്തിയ ഇളയരാജയെ തമിഴ്നാട് ദേവസ്വം വകുപ്പ് അധികൃതർ സ്വീകരിച്ചു. തുടർന്ന് പെരിയ പെരുമാൾ ക്ഷേത്രം, നന്ദാവനം തുടങ്ങിയവയിൽ അദ്ദേഹം ദർശനം നടത്തി. ഇതിനു പിന്നാലെ ആണ്ടാൾ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിനിടയിൽ ഭാരവാഹികൾ തടയുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം ശ്രീകോവിലിന്റെ പുറത്തു നിന്ന് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ ഇളയരാജയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ആളുകൾ രംഗത്ത് എത്തുകയും ചെയ്തു. ഇളയരാജയെ അവഹേളിച്ചു എന്നാണ് പ്രധാനമായി ഉയർന്നു വന്ന ആക്ഷേപം. ഇതേസമയം സാധാരണയായി പൂജാരിമാരല്ലാതെ ശ്രീകോവിലിൽ ആരും കയറാറില്ലെന്നും ഇളയരാജയ്ക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം സംഭവിച്ചതാകാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. പോലീസിന്റെ സംരക്ഷണത്തോടെ ഇളയരാജ പുറത്തേക്ക് കടക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. സംഭവം വിവാദമായി മാറിയതോടെ ശ്രീകോവിലിന് പുറത്തു വെച്ച് ഇളയരാജയെ പുരോഹിതന്മാർ മാല അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് അറിയാതെയാണ് അദ്ദേഹം അകത്ത് കടന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത്. ജാതി വിവേചനത്തിന്റെ പേരിലാണ് ഇളയരാജയെ തടഞ്ഞത് എന്നതടക്കമുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നതോടെയാണ് ക്ഷേത്ര ഭാരവാഹികൾ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം അധികൃതരുടെ നടപടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ ഇപ്പോൾ വ്യാപകമാണ്. ഈ വിഷയത്തിൽ ഗാനരചയിതാവ് രാജീവ് ആലുങ്കലും ഇളയരാജയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ശ്രീലകത്തു നിന്ന് ദൈവം പുറത്തിറങ്ങി, നാലകത്ത് സംഗീതം പെയ്തിറങ്ങി. നിയമങ്ങൾ എഴുതിയ ആചാര ഹൃദയങ്ങൾ പിന്നെയും പ്രവണത്തെ മറന്നുറങ്ങി എന്നാണ് സോഷ്യൽ മീഡിയയിൽ രാജീവ് ആലുങ്കൽ കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ വിശദീകരണവുമായി ഇളയരാജയും ക്ഷേത്രത്തിന്റെ അധികാരികളും രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്നാണ് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ പറയുന്നത്.